അതെ, ഭാഷാ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കലല്ലല്ലോ. ഹിന്ദി ഏതാനും സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്നു. പക്ഷേ അതല്ലാതെ ധാരാളം ഭാഷകൾ ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. ഔദ്യോഗിക ഭാഷയായിട്ട് 22 ഭാഷകളെ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സംസാര ഭാഷ എന്ന നിലയിലും ലിഖിത ഭാഷ എന്ന നിലയിലുമൊക്കെ ഒരുപാട് വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു സഞ്ചിത നിധിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ ഏകശിലാരൂപിയായിട്ടുള്ള ഒരു ഭാഷയിലേക്കോ സംസ്കാരത്തിലേക്കോ ചുരുക്കി കെട്ടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ അമിത് ഷായുടെ ഈ പ്രസ്താവനയ്ക്ക് രണ്ട് ഭാഗമുണ്ട്. ഒരു ഭാഗം ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയുന്നതിലൂടെ നമ്മുടെ യുവതലമുറയുടെ ലോകം അടച്ചു കെട്ടാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെടുക എന്നുള്ളതും അതിൻ്റെ ഭാഗം തന്നെയാണ്. അതും വലിയ ഒരു അധിനിവേശമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഇപ്പൊ തമിഴ് പോലെയുള്ള ഭാഷ വളരെ പൗരാണികമായിട്ടുള്ള അസ്തിത്വമുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. മലയാളത്തിനും ക്ലാസിക്കൽ പദവി ഉള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഭാഷാ വൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ ഹിന്ദിയാണ് എല്ലാവരും പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അമിത് ഷാ പ്രതിനിധാനം ചെയ്യുന്ന വളരെ ഇടുങ്ങിയതും സങ്കുചിതവുമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു പ്രതിഫലനമാണ്.